ശത്രുക്കളുടെ മുൻപിൽ വിരുന്നൊരുക്കുന്നു. 23 സങ്കീർത്തനം 1 മുതൽ 6 വരെ. ചിന്തയ്ക്കായിട്ട് 5-ാം വാക്യം. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. 1943 നടന്ന ഒരു സംഭവമാണിത്. ദക്ഷിണ സമുദ്രത്തിലെ ന്യൂ ബ്രിട്ടൻ എന്ന ദ്വീപ് അന്ന് ജപ്പാൻകാരുടെ കൈവശമായിരുന്നു. ഫ്രെഡ് ഹാർഡ് ഷീമർ എന്ന അമേരിക്കൻ പൈലറ്റ് ശത്രു സങ്കേതങ്ങളുടെ ഫോട്ടോ എടുക്കാൻ പരിശ്രമിക്കുകയായിരുന്നു. ജപ്പാൻ വൈമാനികരുടെ കണ്ണിൽ അയാൾ പെട്ടു. തുരുതുരെ വെടിപൊട്ടി. ഹാർഡ് ഷീമറുടെ വിമാനത്തിൻ്റെ എൻജിൻ തകർന്നു. അയാൾ പാരച്യൂട്ടിൽ നിലത്തിറങ്ങി. ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഘോരമായ ഒരു വനാന്തരത്തിലായിരുന്നു അയാൾ അകപ്പെട്ടത്. എങ്ങനെയെങ്കിലും കടൽ തീരത്തെത്തി 200 മൈൽ കടൽ താണ്ടിയാൽ മാത്രമേ സഖ്യകക്ഷികളുടെ സങ്കേതത്തിൽ എത്തിച്ചേരൂ. അത് വളരെ പ്രയാസവുമാണ്. ശത്രുക്കളുടെ കയ്യിൽ അകപ്പെട്ട് കഴിയുകയല്ലാതെ ഒരു രക്ഷാമാർഗവും ഇല്ലെന്ന് ആ വൈമാനികന് ബോധ്യമായി. സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാത്ത ആ ഉഗ്രവനത്തിലൂടെ എങ്ങോട്ട് പോകണമെന്ന് അയാൾക്ക് നിശ്ചയമില്ല. ഭീതിതമായ മൂകത മുറ്റിനിന്ന ആ വനത്തിലൂടെ അയാൾ നടന്ന് ഒരു കാട്ടാറിൻ്റെ തീരത്ത് വന്നു. വിശന്നു വരഞ്ഞ ഹാർഡ് ഷീമർ കാട്ടുകിഴങ്ങുകളും കായ്ക്കനികളും പറിച്ചു തിന്നു. ദിവസങ്ങൾ എണ്ണി നീക്കി. ഇതിനിടയ്ക്ക് ആ യുവ വൈമാനികൻ കാട്ടുകമ്പ് കൊണ്ട് ഒരു കുരിശുണ്ടാക്കി. അതിന് മുൻപിൽ മുട്ടുകുത്തി നിന്ന് അയാൾ പ്രാർത്ഥിച്ചു. 23-ാം സങ്കീർത്തനമായിരുന്നു അയാളുടെ പ്രാർത്ഥന. അത് ആവർത്തിച്ച് ചൊല്ലി. അവൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. ശത്രുക്കളുടെ മുൻപിൽ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്നിങ്ങനെയുള്ള സങ്കീർത്തന വാക്യങ്ങളുടെ അർത്ഥമെന്താണെന്ന് അയാൾക്ക് മനസ്സിലായി. എന്നെങ്കിലും ഒരത്ഭുതം പ്രവർത്തിക്കണേ എന്ന് അദ്ദേഹം ഒരിക്കലും ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. പിന്നെയോ ഒരു ദിവസം കൂടി മുന്നോട്ട് പോകാനുള്ള ധൈര്യം തരണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഒരു ദിവസം കൂടി മാത്രം. 31-ാം ദിവസം ഏതോ ഒരു ശബ്ദം അയാൾ കേട്ടു. മനുഷ്യരുടെ ശബ്ദമാണ്. അദ്ദേഹം ചകിതനായി. ശത്രുക്കൾ തന്നെ ആയിരിക്കുമെന്ന് അദ്ദേഹം ഓർത്തു. അവർ അടുത്തു വന്നപ്പോഴാണ് ആ ദ്വീപിലെ ആദിവാസികളാണെന്ന് മനസ്സിലായത്. നായാട്ടിന് പുറപ്പെട്ടിരിക്കുകയാണവർ. എല്ലാവരുടെയും കയ്യിൽ കുന്തമുണ്ട്. അവർ തീർച്ചയായും തന്നെ വകവരുത്തുമെന്ന് അദ്ദേഹം ഉറച്ചു. പക്ഷേ ശിലായുഗ സംസ്കാരത്തിൻ്റെ സന്തതികളായ ആ കാട്ടുമനുഷ്യർ അടുത്തു വന്ന് സ്നേഹപൂർവ്വം പെരുമാറി. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇംഗ്ലണ്ടിൽ നിന്ന് ആ ദ്വീപിലെത്തിയ മിഷണറിമാരിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി മനസ്സിലാക്കിയ ആ ആദിവാസികൾ ഇന്ന് മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യരാണ്. അവർ ഹാർഡ് ഷീമറെ അവരുടെ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ജപ്പാൻ പട്ടാളക്കാരുടെ കയ്യിൽപ്പെടാതെ ഒളിപ്പിടത്തിൽ പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് ആ ദ്വീപിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ സൗകര്യം ലഭിക്കുകയും ചെയ്തു. ആപത്തുകളുടെയും ഏകാന്തതയുടെയും നടുവിൽ വഴിമുട്ടി നിൽക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ട് എന്ന് നാം പരാതിപ്പെടുകയും ദൈവം എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കുന്നില്ല എന്ന് പിറുപിറുക്കുകയും ചിലപ്പോൾ നിരാശാബ്ധരായി തീരുകയും ചെയ്യാറുണ്ട്. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക് ദൈവം നമ്മെ നടത്തുകയും ശത്രുക്കളുടെ മുൻപിൽ നമുക്ക് വിരുന്നൊരുക്കുകയും ചെയ്താലും അത് മനസ്സിലാകാതെ പിറുപിറുക്കുന്ന പ്രകൃതമുള്ളവരല്ലേ നാം? എന്നാൽ ഹാർഡ് ഷീമറെ പോലെ ഒരു ദിവസം കൂടി ജീവിക്കുവാനുള്ള ധൈര്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ ദൈവം അത്ഭുതകരമായി വഴി നടത്തും. ഓർക്കണമേ, സത്യത്തിലേക്കുള്ള ആദ്യപടി ആപത്താണ്. യെശയ്യാപ്രവചനം 43:11. ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ
ഒരു രക്ഷിതാവുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃ ശുശ്രൂഷയിൽ എളിയ ദാസൻ.